വരാൻ പോകുന്ന ടേം 3 പരീക്ഷയുടെ സാമ്പിൾ ചോദ്യപേപ്പറിൻ്റെ സെറ്റ് എ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെറ്റ് ബി ആണ്. അപ്പോൾ ഓരോ മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് ഭാഗം, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നും ചോദ്യത്തിൻ്റെ രീതി എന്താണെന്നുള്ളതുമാണ്. കാരണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ടോപ്പിക്കിന് തന്നെയായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ എവിടെ വരാൻ പോകുന്നത്, നമ്മുടെ മെയിൻ പബ്ലിക് എക്സാമിന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും IT എക്സാമിൻ്റെ തിരക്കിലാണെന്ന് അറിയാം. എന്നാലും നമ്മൾ കിട്ടുന്ന സമയത്ത് മാക്സിമം ചാനലിൽ അപ്ലോഡ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ പിന്നീട് IT എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ക്ലാസ്സസ് സൗകര്യം പോലെ കണ്ടാൽ മതി. കാണുക മാക്സിമം, എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ സബ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 കെമിസ്ട്രി സെറ്റ് ബി തുടങ്ങാമല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. മാച്ച് ദ ഫോളോയിങ്, കാറ്റഗറിയും ഫംഗ്ഷനും തന്നിട്ടുണ്ട്. അനാൽജസിക്സ്, ആൻറ്റി പൈററ്റിക്സ്, ആൻറ്റിസെപ്റ്റിക്സ്, മൂന്നിൻ്റെയും ഫംഗ്ഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അനാൽജസിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന സംഹാരിയാണ് അല്ലെ, ഇപ്പോൾ റിലീവ് പെയിൻ. ആൻറ്റി പൈററ്റിക് അല്ലെ, പനി മാറുക എന്ന് വെച്ചാൽ റെഡ്യൂസസ് ദ ബോഡി ടെമ്പറേച്ചർ. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ഡെറ്റോൾ അല്ലെ, മൈക്രോ ഓർഗാനിസങ്ങളെ നശിപ്പിക്കുന്നു. റെഡ്യൂസസ് ഹെയർ ഫോൾ ആണെങ്കിൽ വല്ല അമൃതവേണി ഹെയർ എലിക്സർ ഉപയോഗിക്കണം. ഇവിടെ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എ എന്ന് പറയുന്നത് 3, എ എന്ന് പറയുന്നത് എന്താണ് 3, ബി എന്ന് പറയുന്നത് 4, സി എന്ന് പറയുന്നത് 1. സോ കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. When Cu is added to concentrated H2SO4, the gas produced is dash. അപ്പോൾ നമ്മൾ H2SO4നോടൊപ്പം കോപ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ലിബറേറ്റ് ആകുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? അത് SO2 ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. എന്തായാലും CuOയും NO2ഉം അല്ല, H2 വരത്തില്ല, H2 ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ SO2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? CHO ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ്. CHO എന്ന് പറയുന്ന ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ശരിയാണ്. അസറ്റോൺ കണ്ടെയ്ൻ ഓൺലി 2 കാർബൺ ആറ്റംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം അസറ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്, 2 അല്ല അതിൽ കൂടുതൽ കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. CH3 ട്വൈസ് CO ആണെന്ന് പറയുന്നത് അസറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം കാർബൺ 2 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത്, പെൻറ്റൻ 1 ക്യാൻ ഷോ പൊസിഷൻ ഐസോമെറിസം. പെൻറ്റൻ 1 എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ ഐസോമെറിസം കാണിക്കാനായിട്ട് പറ്റും. അടുത്ത്, ഈതർ ഹാവ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആസ് ഇസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് തെറ്റാണ് അല്ലേ. ഈതർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ല അല്ലേ. ഈതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ROR ആണ് അല്ലേ. അപ്പോൾ ഇത് ഹൈഡ്രോക്സിൽ അല്ല. അപ്പോൾ 1, 3 ആണ് ഇവിടുത്തെ ശരി. അപ്പോൾ 1, 3 ശരി വരുന്ന ഉത്തരം ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 1, 3. നാലാമത്തെ ചോദ്യം, ഇൻ ദ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഇലക്ട്രോൺസ് ഫിൽ ഇൻ ദ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ ബിഫോർ ഫില്ലിംഗ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. അതെ, ഓഫ് ബ പ്രിൻസിപ്പിൾ അനുസരിച്ച്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ഔട്ടർ ഫോറസ് സബ്ഷെൽ ഹാസ് ഹയർ എൻ വാല്യൂ ദാൻ ദ പെനൾട്ടിമേറ്റ് 3D സബ്ഷെൽ. ഇത് സംഭവം ശരിയാണ്, പക്ഷേ ഇതിൻ്റെ റീസൺ ഇത് അല്ല. അപ്പോൾ അസേർഷൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. റീസണിൽ പറഞ്ഞിരിക്കുന്നത് 3Dയേക്കാളും ഫോറസ്റ്റിൻ്റെ എൻ വാല്യൂ കൂടുതലാണെന്നുള്ളതും ശരിയാണ്, പക്ഷേ റീസൺ അതല്ല. അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ബി തന്നെയാണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യം. ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് അല്ലെ, നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് മോളിക്കുലാർ ഫോർമുല C4H10O ഷോസ് മെറ്റാമെറിസം. വിച്ച് കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡു ദീസ് കോമ്പൗണ്ട് ബിലോങ്സ് ടു? അപ്പോൾ C4H10O ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും മാറി വരുന്ന കേസായിരിക്കും അല്ലേ. അപ്പം അതായത് നമുക്ക് ബൈവാലൻ്റ് കേസ്, നമ്മൾ ഓക്സിജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സിംഗിൾ ബോണ്ട്, ഈ സിംഗിൾ ബോണ്ടിൽ ഓരോ ചെയിൻ വരുന്ന കേസാണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈതർ എന്നാണ് അല്ലെ, ഈതർ ഗ്രൂപ്പുകൾ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആൽക്കോക്സി ആൽക്കീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൽക്കോക്സി ആൽക്കീൻ എന്നല്ല, ആ ആൽക്കോക്സി വരുന്ന ഗ്രൂപ്പുകൾ. അടുത്ത, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് മെറ്റാമറിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് കാർബൺ 4 ഓക്സിജൻ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓക്സിജൻ
ഇപ്പുറത്തൊരു കാർബൺ, ഇപ്പുറത്ത് എത്ര കാർബൺ? 3 കാർബൺ വരുന്ന കേസ് വരയ്ക്കും. അതുപോലെ 2 കാർബൺ ഇപ്പുറത്തും ഓക്സിജനും പിന്നെ ഇവിടെ 2 കാർബണും വരെ ഹൈഡ്രജൻ നിങ്ങൾ എഴുതിക്കോളുമല്ലോ. ഈ 2 രീതിയിൽ വരുന്ന 2 മെറ്റാമെരിസങ്ങളാണ് ഈ പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈതറിന് ഷോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അറിയാലോ മെറ്റാമെരിസം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ബൈവാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഓക്സിജനെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുടെ ബോണ്ടിൻ്റെ ഇടത്തും വലത്തുമുള്ള കാർബൺ ചെയിനുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണം ഉണ്ടാകുന്നതാണ് മെറ്റാമെരിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്ത് 6ാമത്തെ ചോദ്യം. കലാമിൻ ആൻഡ് സിങ്ക് ബ്ലെൻഡ് ആർ ദ ഓർ ഓഫ് സിങ്ക്. അല്ലെ, കലാമിനും സിങ്ക് ബ്ലെൻഡും ഓറാണ്. കലാമിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്, ZnCO3 ആണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ സിങ്ക് സൾഫൈഡ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ദം ക്യാൻ ബി കൺവേർട്ടഡ് ടു സിങ്ക് ഓക്സൈഡ് ബൈ കാൽസിനേഷൻ? ഇതിൽ ഏതിനെയാണ് നമുക്ക് കാൽസിനേഷൻ വഴി സിങ്ക് ഓക്സൈഡ് ആക്കാൻ പറ്റുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസ് ചൂടാക്കുന്നതാണ്. ഓക്സിജൻ ഉള്ള ആളെയാണ് നമ്മൾ എപ്പോഴും ഓക്സിജൻ്റെ ആബ്സെൻസ് ചൂടാക്കുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ സിങ്ക് ZnCO3 ആണ്. അതായത് ഈ പറയുന്ന ഏതാണ് നമ്മുടെ കലാമിനാണ് എന്ത് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഓക്സിജൻ ഉള്ള കലാമിനെ അല്ലേ ഓക്സിജൻ ഇല്ലാതെ നമ്മൾ ചൂടാക്കേണ്ടത്. ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ അങ്ങനെ ലിങ്ക് ചെയ്ത് പറഞ്ഞു തന്നത്. സോ ഏതാണ്? കലാമിനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യത്തിൽ ഉത്തരം എഴുതാൻ നിങ്ങൾ കലാമിൻ്റെ കെമിക്കൽ ഫോർമുല അറിഞ്ഞിരിക്കണം, എന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കലാമിനാണ് ഉത്തരം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. അതായത് ഈ പറയുന്ന ZnCO3 നമ്മൾ സ്ട്രോങ് ആയിട്ട് ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സിങ്ക് ഓക്സൈഡും അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഏതാ എഴുതാൻ അറിയില്ലെങ്കിൽ ബീച്ച് പാർട്ട് ചോദ്യമുണ്ട്. വാട്ട് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ടു പ്രൊഡ്യൂസ് അലൂമിനിയം? അലൂമിനിയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? അവിടെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ താഴത്തൊരു ലൈനിൽ അത് വരുന്നുണ്ട്. കാരണം നമ്മൾ ഇലക്ട്രോളിസിസ് വഴിയല്ല അവസാനം ഇത് ചെയ്യുന്നത്. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് അലൂമിനിയം? എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റിൽ ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം. അതുപോലെ തന്നെ ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇതാണ് ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം. യു ആർ ഗിവൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. സോഡിയം ക്ലോറൈഡ് വാട്ടർ എന്ന് പറഞ്ഞു. ഹൗ വിൽ യു പ്രൊഡ്യൂസ് സോഡിയം ആൻഡ് ക്ലോറിൻ ഫ്രം ദ ഗിവൺ സബ്സ്റ്റൻസ്? സോഡിയം ക്ലോറൈഡിന് സോഡിയവും ക്ലോറിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് ഈ പറയുന്ന മോൾട്ടൺ ആയിട്ടുള്ള NaCl നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോഡിയവും ക്ലോറിനും ആയിരിക്കും. റൈറ്റ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് ദി സബ്സ്റ്റൻസ്. ഇതുപയോഗിച്ച് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ അക്വസ് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോളിസിസ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ക്ലോറിൻ ഗ്യാസ് കിട്ടും. ഇപ്പുറത്ത് ആരൊക്കെയുണ്ട്? സോഡിയത്തിനും പോകാനും പറ്റും, അതുപോലെ H+ പോകാൻ പറ്റും. ആര് പോകും? റിയാക്ട് സീരീസ് താഴെയുള്ള H+ പോയിട്ട് H2 ഗ്യാസ് ആയിട്ട് മാറും. ഈ Na+ഉം ബാക്കി വെള്ളത്തിനകത്തുള്ള OH- കൂടി ചേർന്നിട്ട് NaOH ആയിട്ട് മാറും. പിങ്ക് നിറത്തിലായിട്ട് മാറുന്നതൊക്കെ നമ്മൾ ഇലക്ട്രോളിസിസ് വരച്ച് പഠിച്ച കാര്യമാണ്. അതാണ് ചോദ്യം. പക്ഷെ ഡയറക്റ്റായിട്ടല്ല ചോദിച്ചേക്കുന്നത് അല്ലേ. പെട്ടെന്ന് ഈ ഒരു ചോദ്യം വായിക്കുന്നൊരു കുട്ടിക്ക് ഇത് ഈ ഭാഗത്ത് നിന്നാണെന്ന് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ നല്ല രീതിയിൽ നന്നായി പഠിച്ചു വയ്ക്കുക, എന്നാലേ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത് ദ സൈസ് ഓഫ് എൻ എയർ ബബിൾ കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വാറിയം ഇൻക്രീസസ്. താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ ഈ ബബിൾസിൻ്റെ വലിപ്പം കൂടി വരും. ഏത് ലോയാണിത്? ഇത് ബോയിൽസ് ലോ ആണ് അല്ലേ. എന്താണ്? ബോയിൽസ് ലോയിലാണ് ആപ്ലിക്കേഷൻ. സ്റ്റേജ് ലോ എന്താണ്? നമുക്കറിയാം P is directly proportional to 1/V. If the temperature is kept constant, P is inversely proportional to 1. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയാം. എഴുതുമ്പോൾ എടുത്തേക്ക് നമ്മൾ P is proportional to 1/V എന്ന് എഴുതും. ഇതാണ് സംഭവം. ലോ എഴുതുമ്പോൾ ഒരു മാർക്ക് കിട്ടും. 9ാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെന്റ് X ഈസ് ഗിവൺ. സിമ്പിൾ, നോട്ട് റിയൽ. 1s2 2s2 2p6 10 അല്ലേ. 3s2 3p6 4s2 20 3d5 25 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ ഓഫ് ദ എക്സ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടി എഴുതാനാണ്. 25. ആർക്കും എഴുതാൻ പറ്റും. ഫൈൻഡ് ദ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിലായിരിക്കും? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായിട്ടുള്ളത് D സബ്ഷെല്ലിലാണ്. അപ്പോൾ D സബ്ഷെല്ലിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന നമ്പർ പരിപാടി എന്താണ്? ഏറ്റവും അവസാനമുള്ള എസിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും n-1 ഡിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 5 + 2 7 ഈ പറയുന്ന ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇനി അതറിയില്ലെങ്കിൽ ബി പാർട്ട് ചോദ്യമുണ്ട്. ആൻ എലമെൻറ്റ് ബിലോങ് ടു ദ 4th പീരീഡ്. ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺസ് ഇൻ ദ 3D സബ്ഷെല്ല്.
സിമ്പിൾ ഈസ് നോട്ട് റിയൽ. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. അതായത് 4ാമത്തെ പീരീഡാണ്. അപ്പോൾ 4s ഉണ്ട്, അതുപോലെ തന്നെ 3d ഉണ്ടാകും. 3dയിൽ 3 ഇലക്ട്രോൺ ആണ്, 4sൽ എന്തായാലും 2 കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ സാറേ ഇതെങ്ങനെ എഴുതിയത്? എടാ നോക്കടാ പറഞ്ഞേക്കുന്നത് എന്താണ്. എലമെൻറ്റ് ബിലോങ് ടു ദ 4th പീരീഡ്. 4th പീരീഡ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, എന്നാൽ അതിൽ 3d ഉണ്ട്. ആ 3dയിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോൺഫിഗറേഷൻ എഴുതുന്ന രീതി അറിയാമല്ലോ. എന്താണ് 1s2, 2s2, 2p6, 3s2, 3p6, 3dക്കകത്ത് 3, 4sനകത്ത് എത്ര 2. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ദ എലമെൻറ്റ് ബിലോങ് ടു ദ ബ്ലോക്ക്. ഏത് ബ്ലോക്ക്? അവസാന ഇലക്ട്രോൺ പോയിക്കുന്ന ഡി അല്ലേ. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമെന്നോ അല്ലെങ്കിൽ കളേർഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്നോ ഉള്ള ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് 4 കാർബൺ ആറ്റം ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ ആൻഡ് 2 മീഥൈൽ ഗ്രൂപ്പ് ഇൻ ഇറ്റ്സ് സെക്കൻഡ് കാർബൺ ആറ്റം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. സിമ്പിൾ ചോദ്യം അല്ലേടാ. സാച്ചുറേറ്റഡ് ആണ്, സിംഗിൾ ബോണ്ടേ ഉള്ളൂ, 4 കാർബൺ ആറ്റം ഉണ്ടെന്നും പറയുന്നുണ്ട്. 4 വരയ്ക്കാം. അതിൽ 2ാമത്തെ കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? CH3. 2ാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ഈ പറയുന്ന ആളുണ്ട്. അപ്പോൾ CH3, CH2, CH3. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? 1 2 3 അല്ലേ. 1 2 3. പിന്നെ എന്തുണ്ട്? 4 5 6. കാർബണിൻ്റെ എണ്ണം 6. ഹൈഡ്രോജൻ്റെ എണ്ണം ആണെങ്കിലോ 1 3 2 3 12 13 14 14. ഇതാണ് മോളിക്കുലർ ഫോർമുല. IUPAC നെയിം എന്തായിരിക്കും? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. അപ്പോൾ 2ൽ 2 എണ്ണം. അപ്പോൾ 2 2. എത്ര മീഥൈൽ? ഡൈ. അപ്പോൾ ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് വരും. ഓക്കെ, സിമ്പിൾ ചോദ്യം. 11ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? എ ഗാൽവാനിക് സെൽ ഈസ് മേഡ് അപ്പ് ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് ദ ഗാൽവാനിക് സെൽ. സിങ്കും കോപ്പറും പറയുന്ന ഗാൽവാനിക് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം. അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ദ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്? അത് സിങ്കിലാണ്. ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് ഏത് കുട്ടിക്ക് എഴുതാൻ പറ്റും. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. അല്ലെ, Zn gives Zn2 ++ 2 ഇലക്ട്രോൺ. അതുപോലെ Cu 2 ++ 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ഇത് മതി, മറ്റേ സൾഫേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്താണ്? Zn + Cu2 + 2 വെട്ടിപ്പോവും, ഗീവ്സ് Zn2 ++ Cu. ഇതാണ് കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ആ സിംഗിൾ സൾഫേറ്റിൻ്റെ ആവശ്യമൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബി പാർട്ട് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ ഗാൽവാനിക് സെൽ കോപ്പർ ആക്ട് ആസ് ദ കാഥോഡ് ആൻഡ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ് ഈസ് അലൂമിനിയം ഗീവ്സ് Al3 ++ 3 ഇലക്ട്രോൺസ്. വിച്ച് സോൾട്ട് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ എലോങ് വിത്ത് ദ അലൂമിനിയം ഇലക്ട്രോൺ? അലൂമിനിയം ഇലക്ട്രോണിനോടൊപ്പം നമ്മൾ ഏത് സോൾട്ട് സൊല്യൂഷൻ എടുക്കണം? അലൂമിനിയത്തിൻ്റെ ഏതെങ്കിലും സൊല്യൂഷൻ. നമുക്ക് വേണമെങ്കിൽ എഴുതാം അലൂമിനിയം സൾഫേറ്റ്. അറിയാലോ ഏത് മെറ്റലാണോ ആനോഡ്, അല്ലെങ്കിൽ അല്ലേ ഈ പറയുന്ന അലൂമിനിയം, അതായത് ഈ പറയുന്ന ആനോഡിൻ്റെ ഭാഗത്ത് ഏതാണ് ആനോഡിൻ്റെ മെറ്റൽ? സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം സൾഫേറ്റ്. അത്രയേ ഉള്ളൂ. ഇഫ് ദ മെഗ്നീഷ്യം റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ. ഇവിടെ കോപ്പർ വരെ മെഗ്നീഷ്യം ഉപയോഗിച്ചാൽ റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ അലൂമിനിയത്തിനേക്കാളും റിയാക്റ്റീവാണ് മെഗ്നീഷ്യം. അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന മെഗ്നീഷ്യത്തിനെയാണ് ഉപയോഗിക്കുന്നത് ആർക്ക് പകരം? കോപ്പറിന് പകരമെങ്കിൽ മെഗ്നീഷ്യത്തിൽ നിന്നായിരിക്കും അലൂമിനിയത്തിലോട്ട് പോകുന്നത്. കാരണം മെഗ്നീഷ്യത്തിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുന്നത്, അലൂമിനിയത്തിലായിരിക്കും റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഫ്രം മെഗ്നീഷ്യം ടു അലൂമിനിയം ആയിരിക്കും ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. കാരണം മുകളിലത്തെ കേസിൽ കോപ്പറാണ് ലെസ് റിയാക്റ്റീവ്, അലൂമിനിയമാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ അലൂമിനിയത്തിൽ നിന്ന് കോപ്പറിലോട്ട് പോകും. എന്നാൽ കോപ്പറിനെ മാറ്റിയിട്ട് നമ്മളവിടെ മെഗ്നീഷ്യത്തിനെ കൊണ്ടുവരുമ്പോഴത്തേക്കും കളി മാറും. മെഗ്നീഷ്യത്തിൽ ഓക്സിഡേഷൻ നടക്കും, തിരിച്ചായിരിക്കും ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അറേഞ്ച് കോപ്പർ, അലൂമിനിയം ആൻഡ് മെഗ്നീഷ്യം ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അല്ലേ, അപ്പോൾ ആദ്യം മെഗ്നീഷ്യം, അതിനേക്കാൾ കുറവാണ് അലൂമിനിയം, അതിനേക്കാൾ കുറവാണ് ആർക്ക്? കോപ്പർ. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം. കാസ്റ്റിക് സോഡ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ. റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡയുടെ പേരിടാത്ത ഒരു കുട്ടി ഉണ്ടാവത്തില്ല, NaOH ആണ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ പേരാണ് എന്ത്? ക്ലോർ ആൽക്കലി പ്രോസസ്.
Why caustic soda is considered as an alkali? Because it releases OH minus ions in the aqueous solution. Arrhenius theory of bases. 13. Iron is a very useful metal. Why is limestone added along with iron in the blast furnace? നമുക്കറിയാം ലൈംസ്റ്റോൺ എന്ന് പറയുന്ന ആൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകും. ഈ കാൽഷ്യം ഓക്സൈഡാണ് അവിടുത്തെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് അത് ഉപയോഗിക്കുന്നത്. സബ്സ്റ്റൻസ് യൂസ് ടു റെഡ്യൂസ് അയൺ ഓർ. അയൺ ഓറിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ്? പിഗ് അയൺ ആണ്. ഏതാണ്? പിഗ് അയൺ ആണ് കിട്ടുന്നത്. Orbitals and subshells are associated with certain quantum numbers. Find the n+l value of 3p and 4s. സിമ്പിൾ അല്ലേ? n+l വാല്യൂ എന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് 3p ആണ്. അപ്പോൾ നമുക്കറിയാം 3p എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ n വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. l വാല്യൂ എന്ന് പറയുന്നത് p ആണ് അല്ലേ? നമുക്കറിയാം s p d f 0 1 2 3. അപ്പോൾ pക്ക് വരുന്ന l വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആണ്. അപ്പോൾ n+l എന്ന് വെച്ചാൽ 3+1. അപ്പോൾ ഈ പറയുന്ന 3pയുടെ n+l വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അടുത്ത് 4s-ൻ്റെതാണെങ്കിൽ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. l-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെയും ഈ പറഞ്ഞ 4s-ൻ്റെയും n+l വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. രണ്ടിൻ്റെയും വാല്യൂ ഇപ്പോൾ സെയിം ആണ്. സോ വിച്ച് ഓഫ് ദം ഹാസ് മോർ എനർജി? അതാണ് ചോദ്യം. അപ്പോൾ 3pക്കും 4s-നും ഒരേ എനർജി വന്നാൽ അല്ലെങ്കിൽ ഒരേ n+l വാല്യൂ വന്നാൽ ഇതിൽ ആർക്ക് എനർജി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണോ n വാല്യൂ കൂടുതൽ അവർക്കായിരിക്കും കൂടുതൽ എനർജി. അതായത് 4s-നായിരിക്കും ഇവിടെ മോർ എനർജി ഉള്ളത്. കണ്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടി കാണും. ടെക്സ്റ്റ് ബുക്കിൽ അവർ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഭാഗം പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് ഞാനത് പഠിപ്പിച്ചു തന്നതും ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയാണ്. അതിൽ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയൊക്കെയാണ് പഠിച്ചു പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? ചോദ്യങ്ങളും ആ രീതിയിൽ ആ എക്സാമ്പിൾസൊക്കെ വെച്ച് തന്നെയാണ് വരുന്നത്. ചെയ്ത് പഠിച്ചൊരു കുട്ടിക്ക് ഇത് സിമ്പിളായിരിക്കും. നോട്ടൊക്കെ എടുത്ത് കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. അടുത്ത ബി പാർട്ട്. എ സബ്ഷെൽ ഹാസ് എ n വാല്യൂ ഓഫ് 3 ആൻഡ് l വാല്യൂ ഓഫ് 2. റെപ്രസെൻറ്റ് ദ ഗിവൺ സബ്ഷെൽ. n വാല്യൂ 3 ആണ്, l വാല്യൂ 2 ആണ്. അപ്പോൾ 3d ആണ് നമ്മുടെ വാല്യൂ അല്ലേ? നമ്മുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമല്ലോ. ഈ പറയുന്നത് എന്താണ്? കണ്ടോ? d n വാല്യൂ 2, l-ൻ്റെ വാല്യൂ 2, l-ൻ്റെ വാല്യൂ 2 വന്നാൽ അത് d സബ്ഷെല്ലാണ്. കണ്ടോ? അടുത്ത് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഡിയിൽ. ഹൗ മെനി ഓറിയൻറ്റേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5. വേണമെങ്കിൽ ഫോർമുല വെച്ച് എഴുതാം, അല്ലാതെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നിങ്ങൾ ഫോർമുലയും കൂടെ വെച്ച് എഴുതിക്കും. 15. അമോണിയ ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് NH3 ഇൻ ഹേബർ പ്രോസസ് അല്ലേ? N2 + 3H2 ഗീവ്സ് 2NH3. ഇതെഴുതാൻ ഒരു പാടുമില്ല, കാരണം ഈ ഒരു എക്സാമ്പിൾ നമ്മളവിടെ ആ ലേഷാറിലെ പ്രിൻസിപ്പളിനകത്തൊക്കെ പലതവണ എഴുതി പഠിച്ചതാണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദ റിയാക്ഷൻ ആഫ്റ്റർ റീച്ചിങ് ഇക്വിലിബ്രിയം? അപ്പോൾ പ്രഷർ എന്ന് വെച്ചാൽ വെൻ ദ പ്രഷർ ഇൻക്രീസസ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ആകും. അതാണ് പ്രഷറിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ആകും. ഓക്കെ, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ആകും എന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. വൈ 450 ഡിഗ്രി ഈസ് യൂസ്ഡ് ആസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ? എന്താണ് ഈ 450 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഹീറ്റും കൂടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഇതെന്താണ്? ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വെച്ചില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ തിരിച്ചു പോകും. അതായത് ഒരു ത്രഷോൾഡ് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 450 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് 16 to 17 4 മാർക്ക് നോക്കാം. എ സാമ്പിൾ ഓഫ് CO2 ഗ്യാസ് കണ്ടെയ്ൻ 176 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സാമ്പിൾ അറ്റ് STP? അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? CO2 ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസും അത് 176 ഗ്രാം ഉണ്ട്. ഈ 176 ഗ്രാം CO2-ൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു ഗ്യാസിൻ്റെയും 1 മോള് STPയിൽ ഇരിക്കുമ്പോൾ ഉള്ള വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. അപ്പോൾ ഈ 176 ഗ്രാം എന്ന് വെച്ചാൽ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ എത്ര മോളെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള പരിപാടി എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസാണ്. ഗിവൺ മാസ് 176, മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? കാർബണിൻ്റെത് പ്ലസ് ഓക്സിജൻ്റെത് ഇൻറ്റു 2 എത്ര കിട്ടും? 44 എന്ന് കിട്ടും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ചെയ്യുമ്പോൾ നമുക്ക് 4 മോളെന്ന് കിട്ടും. ഇനി എന്തെങ്കിലും പാടുണ്ടോ? ഇവിടെ 1 മോളിന് 22.4 ആണെങ്കിൽ ഈ 176 ഗ്രാം എന്ന് പറയുന്നത് 4 മോളിന് എത്ര? 4 × 22.4. അപ്പോൾ 4 × 22.4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 87.6 ലിറ്ററാണ് ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ബി
ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് CO2. അതായത് ഈ പറയുന്ന CO2 കിട്ടണം. ഓക്കെ, ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ, അതായത് നമുക്കറിയാം കാർബൺ ഓക്സിജനുമായിട്ട് കത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, CO2 കിട്ടുന്നത്. അപ്പോൾ ഈ 176 ഗ്രാം CO2 നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവം. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ, 1 മോള് കാർബൺ കത്തുമ്പോഴാണ് 1 മോള് CO2 കിട്ടുന്നത്. 1 മോള് കാർബൺ കത്തുമ്പോഴാണ് നമുക്ക് 1 മോള് CO2 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. നോക്കിയേ, ഇവിടെ 4 മോളല്ലേ, അപ്പം 4 മോള് CO2 കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ 176 ഗ്രാം എന്ന് വെച്ചാൽ 4 മോളാണ്. അപ്പം 4 മോള് CO2 കിട്ടണമെങ്കിൽ 4 മോൾ കാർബൺ കത്തണം. ഒരു കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണെങ്കിൽ 4 കാർബൺ എത്രയായിരിക്കും, 4 × 12 48 ഗ്രാം കാർബൺ കത്തുമ്പോഴാണ് ഓക്സിജനുമായിട്ട് കത്തുമ്പോഴല്ല, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന 176 ഗ്രാം എന്ത് കിട്ടുന്നത്, CO2 കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 2H2 plus O2 gives 2H2O. This is the equation of the formation of water. What is the mass of oxygen gas needed to get 36 grams of water? നോക്കടാ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ പറയുന്ന 2 മോള് H2O ആണ് 32 ഗ്രാം എന്ന് പറയുന്നത്. ആണോ അല്ലേ? ഒരു H2O എന്ന് വെച്ചാൽ 18, 2 എണ്ണം ആകുമ്പോൾ 36. നമുക്കറിയാം ഒരു ഓക്സിജൻ ചേരുമ്പോൾ 2 കിട്ടും. ചോദിച്ചിട്ടുള്ളത് 36 ഗ്രാം കിട്ടാൻ എത്ര ഓക്സിജൻ വേണം? 2 മോളിക്യൂൾ ഓക്സിജൻ. അതായത് 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ, 1 മോൾ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിൻ്റെ എത്രയാണ്? 32. അപ്പോൾ ഉത്തരം എത്രയാണ്? 32 ഗ്രാം. നിങ്ങൾ ചോദിക്കും സംശയം വന്നു, വേറെ ഒന്നും ചോദിച്ചത് മനസ്സിലാക്കി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂളും ചേരുമ്പോൾ 2 വാട്ടർ മോളിക്യൂൾ കിട്ടും. അപ്പോൾ 2 വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞതാണല്ലോ 32 ഗ്രാം. അപ്പോൾ 2 വാട്ടർ മോളിക്യൂൾ കിട്ടാൻ എത്ര ഓക്സിജൻ മോളിക്യൂൾ വേണം? 1 ഓക്സിജൻ മോളിക്യൂൾ വേണം. 1 ഓക്സിജൻ മോളിക്യൂളിൻ്റെ വെയിറ്റ് എത്ര, അല്ലെങ്കിൽ മാസ് എത്രയാണ്? ഈ പറയുന്ന 16 × 2 32 എന്ന് കിട്ടും. അടുത്ത്, ഫൈൻഡ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് വാട്ടർ അറ്റ് STP. അപ്പോൾ എന്താണ്? H2 കിട്ടണം, ഇതിൻ്റെ പകുതിയാണ് വേണ്ടത് അല്ലേ? 22.4 ലിറ്റർ ഓഫ് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് 1 മോളിൻ്റെ കേസാണ്. 1 മോൾ H2O ആണ് എന്ത്, ഈ പറയുന്ന 22.4 വരുന്നത്. അതിനുള്ള H2O എന്ന് പറയുമ്പോൾ 2ന് 2 വേണമെങ്കിൽ 1ന് 1 മതി. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ പറയുന്ന 1 × 4 ഗ്രാം ആയിരിക്കും നമുക്കിവിടെ ആവശ്യം. എത്രയായിരിക്കും? 4 ഗ്രാം ആയിരിക്കും നമുക്കിവിടെ വേണ്ട ഉത്തരവെന്ന് പറയുന്നു അല്ലേ? എത്രയായിരിക്കും? 4 ഗ്രാം. പക്ഷെ ചോദിച്ചിട്ടുള്ളത് വോളിയം ആണല്ലേ? മാസല്ല, വോളിയം ആണ്. അപ്പോൾ 4 ഗ്രാം എഴുതണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 22.4 ലിറ്റർ മതി. കിട്ടിയോ? എടാ, 2 വാട്ടർ ഉണ്ടാവാൻ 2 ഹൈഡ്രജൻ, 1 വാട്ടർ ഉണ്ടാവാൻ 1 ഹൈഡ്രജൻ. 1 ഹൈഡ്രജൻ്റെ വോളിയം മറ്റേ STP എന്ന് വെച്ചാൽ എത്ര തന്നെയാണത്? അത് 22.4 തന്നെയാണ്. സോ ഉത്തരം 22.4. ഇനി ഇഫ് യു ടേക്ക് 4 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ, ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണ്. ഇഫ് യു ടേക്ക് 4 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ, ഹൗ മച്ച് ഗ്രാംസ് ഓഫ് ഓക്സിജൻ ഷുഡ് ബി ടേക്കൺ ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഹൈഡ്രജൻ? 4 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 4 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന സാധനം. അതിന് എത്ര മതി? ഒരെണ്ണം മതി. 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 32 ഗ്രാം ഓഫ് ഓക്സിജൻ അല്ലേ? 32 ഗ്രാം ഓഫ് ഓക്സിജൻ മതി അല്ലേ? ആലോചിച്ച് 4 ഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിന് എത്ര വേണം? 1 മോളിക്യൂൾ പോലെ 1 മോളിക്യൂളിൻ്റെ മാസ് എത്ര? 32. സോ 32 അടുത്ത ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് CH ട്രിപ്പിൾ ബോണ്ട് CH ഈസ് എൻ ആൽക്കെയിൻ. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ആൽക്കെയിൻ, ഹൗ ആർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഫോംഡ്? CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് എങ്ങനെ CH ട്രിപ്പിൾ ബോണ്ട് CHൽ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ ഇതിനോടൊപ്പം നമ്മൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. ഈ പറയുന്ന ആദ്യം ഡബിൾ ബോണ്ട് ആവും, പിന്നെ സിംഗിൾ ബോണ്ട് ആവും. അങ്ങനെ വരച്ച് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് എഴുതി വയ്ക്കാം? CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടാവും. 2 ഇതേ ആളിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയിട്ടൊരു ക്ലോറിൻ വന്നു, ഇവിടെ ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ എങ്ങനെ ഫോം ചെയ്യും? CH ട്രിപ്പിൾ ബോണ്ട് CHനോടൊപ്പം നമ്മൾ 2Cl2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ആവും. CHഉം CHഉം ആകും. ഈ പറയുന്ന ഒരു ബോണ്ടിലോട്ട് ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. എഴുതുമ്പോൾ എന്താണ്? CHCl2 CHCl2. അടുത്ത് CH2
HCl. അപ്പോൾ എങ്ങനെ വരും? CH ട്രിപ്പിൾ ബോണ്ട് CHനോടൊപ്പം Hും CLും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് HCl റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ആവുന്നു. CH സിംഗിൾ ബോണ്ട് CH ഒരിടത്ത് ആര് വന്ന് ചേരും? ഒരിടത്ത് ആര് വന്ന് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ. ഒരിടത്ത് ഇവിടെ ക്ലോറിൻ വന്ന് ചേരും, ഒരിടത്ത് ഇവിടെ എന്ത് വന്ന് ചേരും? നമ്മൾ ഈ പറയുന്ന H2 ഹൈഡ്രജൻ വന്ന് ചേരും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെയായിരിക്കും? CH CL ഡബിൾ ബോണ്ട് CH2 എന്ന് വരും. ഓക്കെ, കറക്റ്റാണ്. അടുത്ത് PVC ഉണ്ടാവാനായിട്ട് വേറൊന്നും നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. HCl മോളിക്യൂൾ ആഡ് ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്താൽ മതി? പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന PVC കിട്ടും. സോ എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളിനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സെറ്റ് CU ഉടനെ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.